ഹായ് ഓൾ, ഇന്ന് പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാവേ. അതായത് ഒരു ബിസ്ക്കറ്റ് ഐസ്ക്രീം സാൻഡ്വിച്ച് ആണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് നമ്മൾ ടീ ആഡ് ചെയ്യുന്നുണ്ട്. അത് വെറും ടീ അല്ല, മസാല ടീ ആണ്. അപ്പോൾ കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മസാല ടീ അങ്ങ് റെഡിയാക്കാം. കുറച്ച് ഇഞ്ചി, ഏലയ്ക്ക, കറുവപ്പട്ട, പഞ്ചസാര, പിന്നെ നമ്മുടെ ടീ, പിന്നെ നമുക്ക് പാല്, നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ചെല്ലാം വരിക. തിളച്ച് വരുമ്പോഴേ പിന്നെ അത് മാറ്റി വെക്കുക. ഇത് തണുക്കണം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ 300 ml ഡബിൾ ക്രീമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്ന ക്രീം കൂട്ട് അത്രയും ഞാനങ്ങ് തിക്കാക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കോ അല്ലെ ഷുഗറോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ പക്ഷേ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മസാല ടീ റെഡിയാക്കി വെച്ചെന്ന്, അത് തണുത്തിരുന്ന് ഇപ്പം നല്ല തണുത്ത റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞാൻ മസാല ടീ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കതവല്ല ക്രീം എല്ലാം സെറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റാണ് ചൂസ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇപ്പം പാർലേജി ആണോ എന്തെടുക്കാം. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ക്രീം പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തുള്ളൂ. കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബിസ്കോഫിന് നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഇച്ചിരി ഓവർ ആകത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ട്രേ എടുക്കുക. ജസ്റ്റ് ഞാൻ അതിനകത്തൊരു ലൈൻ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇട്ട്. കാരണം നമ്മൾ ലാസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പൊടിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഓൾറെഡി അതങ്ങ് ലെയർ ചെയ്തത്. ഇനി ബിസ്ക്കറ്റ് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാക്കറ്റേ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ എല്ലാം ലെയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കവറൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് ലെയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ട്രേയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കുക കേട്ടോ. ബേസ് ലെയർ നമ്മളൊന്ന് റെഡിയാക്കി കഴിഞ്ഞ് നമുക്കിനി ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് ക്രീം വേണമെങ്കിൽ ക്രീം കുറച്ചുകൂടെ കൂടുതൽ, അതിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം ലെയർ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ടോപ്പ് ലെയർ റിമൈനിങ് ബിസ്ക്കറ്റ്സ് വെച്ചൊന്ന് ലെയർ ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് നേരെ ഫ്രീസറിലോട്ട് വെച്ച് സെറ്റാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ കുറവുണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. പക്ഷെ സംഭവം ടേസ്റ്റ് വൈസ് നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എല്ലാവർക്കും അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടോ?
കണ്ടാൽ നമുക്ക് അഭിപ്രായം എന്തായാലും പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്തെടുക്കണം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല കൊള്ളാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് ആയാലും കൊടുക്കാനായാലും നമുക്ക് സേഫായിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനവും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആക്കുമ്പോൾ നമുക്ക് സേഫാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ, മറക്കല്ലേ.